എന്താണ് കാനോൻ നിയമം? കാനോൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? കാനോൻ നിയമത്തിന്റെ ഉത്ഭവവും ചരിത്രവും എന്താണ്? 1983 കോഡ് ഓഫ് കാനോൻ ലോ എന്താണ്? കാനോൻ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം ഇവയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്ക് ഒന്നുമില്ല അറിയാം. 1439 അച്ചടി യന്ത്രമൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ പുരോഹിതന്മാരാലും കാനോൻ നിയമവിദഗ്ധരാലും ലത്തിൻ ഭാഷയിൽ എഴുതപ്പെട്ട കയ്യെഴുത്ത് പ്രതികളായിരുന്നു ആദ്യകാലത്ത് കാനോൻ നിയമവും. അപ്പോൾ സാധാരണക്കാർക്ക് അപ്രാപ്യം തന്നെയായിരുന്നു. ചരിത്രത്തിൽ നോക്കിയാൽ അറിയാം, ഭൂരിഭാഗം കാനോൻ നിയമവും സാധാരണ വിശ്വാസികൾക്ക് നേരിട്ട് ലഭ്യമല്ലായിരുന്നു എന്നത്. എന്നിരുന്നാലും വിവാഹം, കൂദാശകൾ, സഭാശിക്ഷകൾ ജീവിതത്തിലെ നിർണായക മേഖലകളിൽ കാനോൻ നിയമം സാധാരണ വിശ്വാസികളെ നേരിട്ട് സ്വാധീനിക്കുമായിരുന്നു. സഭാ കോടതി, ബിഷപ്പുമാർ, പുരോഹിതന്മാർ ഇവരാണ് ഈ നിയമം നടപ്പിലാക്കിയിരുന്നത്. ഇന്ന് കാനോൻ നിയമം പല ഭാഷകളിലും ലഭ്യമാണ്. എന്നിരുന്നാലും അതിന്റെ നിയമപരവും ദൈവശാസ്ത്രപരവുമായ സങ്കീർണത കാരണം ഇപ്പോഴും നിയമ വിദഗ്ധരുടെ സഹായം ആവശ്യം. ഇനി ഇതിന്റെ ചരിത്രം ഒറ്റനോട്ടത്തിൽ നോക്കാം. AD 325 നിഖ്യാ സുനഹദോസിലാണ് കാനോൻ എന്ന പദം നിയമങ്ങൾക്കായി അവതരിപ്പിച്ചത്. നിയമം അല്ലെങ്കിൽ മാനദണ്ഡം എന്നാണ് അർത്ഥം. കാനോൻ നിയമത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രേഷ്യൻ 1140 4000-ഓളം ലോ ടെസ്റ്റ്, അതായത് നിയമവചനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അത് 1917 ആയപ്പോൾ ആ നിയമസംഹിതയിൽ പോപ്പ് ബെനഡിക്ട് 15 2414 കാനോനുകളായി ചുരുങ്ങി. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള കാനോൻ നിയമത്തിലോ 1983 ജോൺ പോൾ II ആണ് പ്രഖ്യാപിച്ചത്. അതിൽ 1752 കാനോനുകളെ ഉള്ളൂ. ഇവ 7 വ്യത്യസ്ത പുസ്തകങ്ങളായി ക്രമീകരിച്ചിരിക്കുകയാണ്. അതിൽ പൊതുമാനദണ്ഡം 1 മുതൽ 203 വരെയുള്ള വകുപ്പുകളാണ്. ദൈവജനം 204 മുതൽ 746 വരെ. സഭയുടെ പഠിപ്പിക്കൽ ധർമ്മം 847 മുതൽ 833 വരെ. സഭയുടെ വിശദീകരണ ധർമ്മം 834 മുതൽ 1253 വരെ. സഭയുടെ താൽക്കാലിക വസ്തുക്കൾ 1254 മുതൽ 1310 വരെ. സഭയിലെ ഉപരോധങ്ങൾ 1311 മുതൽ 1399 വരെ. പ്രക്രിയകൾ 1400 മുതൽ 1752. ഉപവിഭാഗങ്ങൾ പല കാനോനുകളിലും എസ് ചിഹ്നത്താൽ സൂചിപ്പിച്ചിരിക്കുന്ന ഖണ്ഡികകളും സംഖ്യാ ഉപവിഭാഗങ്ങളും, അതായത് ബൈ കൊടുത്തിരിക്കുന്നത് എന്നിവയാണ് കാനോനുകളിലെ ഓരോ വകുപ്പുകളും കൊടുത്തിരിക്കുന്നത്. കാനോനുകളെ പറ്റി അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായി അറിയാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.